സിനോ, എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം എന്താണെന്നറിയോ? നമ്മുടെ സമാധാനം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കരുത് എന്നുള്ളതാണ്. ഇത്ര കാലം ജീവിച്ച് 28 വയസ്സാണ്, 29ാമത്തെ വയസ്സിലേക്ക് പോകും. നിങ്ങൾക്ക് ഇൻട്രോ കൂടെ പറയാൻ അർഹത ഉണ്ടോന്ന് ഞങ്ങളുടെ അർഹതയും ഞങ്ങളുടെ മാനമര്യാദകളെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റ് പറഞ്ഞാൽ അത് എന്താ പറയുക, വലിയ പണക്കാരനായ കോടീശ്വരന്മാർക്ക് അങ്ങനെ കാറ്റടിച്ച് പറക്കില്ല. നാറിയിട്ടും നാട്ടടിച്ചിട്ടും നമ്മളെ ഒരുപാട് സാറിന് പറയാൻ എനിക്ക് വാക്കുകളില്ല. പറയുന്നോടത്ത് നമ്മൾ മിസ്റ്റേക്ക് വന്നാൽ മുതൽ എല്ലാവരും ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഭാഗം നിങ്ങൾ എല്ലാവരും കിട്ടും. ജസ്റ്റ് ഞങ്ങളത് ഓൾറെഡി നിങ്ങൾ ചില എന്റെ ലൈഫിൽ തന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടി വരുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ച കാര്യമില്ല. ഈവൻ ഞാൻ ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ കൂടിയും എനിക്കിന്ന് വൈകുന്നേരം ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ ഇട വരുമെന്ന് ഞാൻ കരുതിയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ ഈ എടുക്കുന്ന വീഡിയോ എനിക്ക് 1-2 കാര്യങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുവേണ്ടി മാത്രം വന്നതാണ് കേട്ടോ. അല്ലാതെ ഇനിയിപ്പോൾ കണ്ടന്റായിട്ട് വരുന്നോ അല്ലെങ്കിൽ അടുത്ത വെളുപ്പിക്കലായിട്ട് വന്നൊക്കെ പറഞ്ഞ് കുറേ ഇപ്പോൾ കമൻറ്റുകൾ വരും, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കും. നിങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചോളി. ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുന്നത്, അതായത് ഇന്നിപ്പോൾ എനിക്ക് നേരെ ഒരു പഴിചാരിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് നേരെ എനിക്ക് നേരെ കുറച്ച് കരിവാരി തേച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് നിങ്ങളോട് പറയണം. അപ്പോൾ അതിന് തന്നെ പറയാനുള്ളത്, നമ്മൾ അറിയാനുള്ളൊരു കാര്യം, ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. ഒരു നാണയത്തിന് ശരിക്കും 2 വശങ്ങളുണ്ട്. അപ്പോൾ ഒരു വശം മാത്രം ആരും കാണരുത്, 2 സൈഡ് മാത്രം കണ്ടിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിനുള്ള അഭിപ്രായങ്ങൾ പറയുക, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യുക. അതിന് മുന്നേ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യുന്ന എനിക്ക് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നൗഫൽ അല്ലേ, ഉമ്മയും മോനും എന്നുള്ളൊരു ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നൊരു ചാനൽ തന്നെയാണത്. എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ചാനൽ തന്നെയാണ്. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും അതുപോലെ അവരുടെ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് അവർ ഇടാറ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയും കുഞ്ഞൊക്കെ ആയിട്ടുള്ളതും അതുപോലെ പുതിയ വീട് വെച്ചതും എന്താ പറയുക, ഒരുപാട് അനുഭവത്തിലൂടെയാണ് പുള്ളിക്കാരൻ ഇത്രയും നല്ലൊരു പൊസിഷനിൽ എത്തിയത്. ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ അവർ ആത്മഹത്യ ചെയ്യാൻ വരെ പോയിട്ടുണ്ട് എന്നുള്ള തരത്തിലൊക്കെ ഉള്ള വീഡിയോസും ഇൻ്റർവ്യൂകളൊക്കെ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അവരുടെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ 2-3 ദിവസത്തിന് മുമ്പേ അറിയാൻ മനസ്സിലായി. എന്താ പറയുക, അവർ തന്നെയാണ് അവരുടെ പേഴ്സണൽ മാറ്റേഴ്സ് എല്ലാം എന്താ പറയുക ഫാമിലി മുമ്പിൽ പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അത് എടുത്ത് എല്ലാവരും റിയാക്ട് ചെയ്യും. അത് വലിയ വിഷയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ പറയുക, നിജാസ് ഷഹന അവരുടെ കൊല്ലത്താണ് അവരുടെ നിജാസിൻ്റെ വീട്. അപ്പോൾ പ്രസവത്തിനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഈ സോഫി എന്ന് പറഞ്ഞ ആൾ, നൗഫലിൻ്റെ മൂത്ത പെങ്ങൾ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എന്താണ് വരാത്തത്, എന്തുകൊണ്ടാണ് അവർ വരാത്തത്, അവർ പൈസ ഇല്ലാത്തത് കൊണ്ട് അവരെ തഴഞ്ഞു വെച്ചിരിക്കുകയാണോ, അവരെ മാത്രം എന്താ നിങ്ങൾക്ക് സ്നേഹമില്ല എന്നൊക്കെ തരത്തിലുള്ള പല കമൻസുകളും ഞാനും കാണാനിടയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ എന്താണ് ദൂരമല്ല, അവരെന്തോ സേലത്ത് എന്തോ ആണ്, അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് ഇവർ നിരന്തരം എല്ലാവരും ഓരോരോ വീഡിയോ ഇടുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളും, നിജാസാണ് ആദ്യം കൂടുതലായിട്ടും വന്ന് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നതുള്ളതൊക്കെ വന്നിട്ട് പബ്ലിക്കിന് മുമ്പിൽ പറഞ്ഞു. നിജാസും സൗഫിയും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. സൗഫി പറഞ്ഞതിൻ്റെ ഇതിലാണ് തോന്നുന്നു നിജാസ് മറുപടിയായിട്ട് വേറൊരു വീഡിയോ വന്നത്. ആരാ ഫസ്റ്റ് ഇട്ടതെന്ന് എനിക്കത്ര ഓർമ്മയില്ല. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സൊക്കെ പബ്ലിക്കിന് മുമ്പിൽ പറയുന്ന സമയത്ത് അതെല്ലാം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും. അത് പലതരത്തിലേക്ക് സ്പ്രെഡായിട്ട് പലതരത്തിലുള്ള ഇതായിട്ട് സമൂഹത്തിലോട്ട് പോകും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഫാമിലി വ്ളോഗേഴ്സ് എല്ലാവരോടും പറയുന്നത് പോലെ തന്നെ ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് പബ്ലിക്കിന് മുമ്പിൽ ഇടരുത് എന്നാണ്. എന്തായാലും നമുക്ക് നൗഫൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് വരാം. അത് കഴിഞ്ഞ് സോഫിയും അതുപോലെ നിജാസും പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാട്ടെ. എന്തായാലും നൗഫൽ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് നോക്കൂ. മനസ്സമാധാനം നമുക്ക് എന്താക്കണം നമ്മുടെ മനസ്സമാധാനം വിട്ടിട്ടുള്ള ഒരു കളിക്കും നമ്മൾ പോകരുത് എന്നുള്ളതാണ്. അതായത് നമ്മളെ പരിഗണിക്കുന്നവരെ നമ്മൾ പരിഗണിക്കുക, അതേമാതിരി നമ്മളെ അവഗണിക്കുന്നവർ ഇനിയിപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും നമ്മളെ അവഗണിക്കുന്നത് ആരാണോ അവരെ നമ്മളെ അവഗണിക്കുക. ഇനി നമ്മളെ പരിഗണിക്കാൻ ഒരു പൂച്ചക്കുഞ്ഞാണെങ്കിൽ പോലും ആ പൂച്ചക്കുഞ്ഞിനെ ആ പൂച്ചക്കുട്ടിക്ക് വേണ്ടിട്ട് ജീവിക്കുക. ഒരാളാണെങ്കിൽ ഉപമിച്ചാണ് ഒരു പൂച്ചക്കുട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മളെ അതാണ് നമ്മൾ പരിഗണിക്കുക എന്ന് പറയൂലേ. ഓക്കെ, അപ്പൊ അതിന്നൊക്കെ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മനസ്സമാധാനം വിട്ടിട്ടുള്ള ഒരു കളിക്കും നമ്മൾ നിൽക്കരുത്. നമുക്ക് നല്ലത് എന്ന് തോന്നിയത്, നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്, നമ്മുടെ ഭാഗത്താണ് ശരി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ശരിക്ക് വേണ്ടി അങ്ങോട്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ്. ഓക്കെ, പ്രതികരിച്ചാൽ മാത്രമാണ് പ്രശ്നങ്ങൾ കൂടുക അല്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എന്റെ ലൈഫിൽ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. കുറെ പഠിക്കാൻ, ജീവിതത്തിൽ നിന്ന് കുറെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ
ഇനിയിപ്പോ ഇന്ത്യക്ക് ഒരു വിജയത്തിന്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വലിയ വിജയമാണെന്നുണ്ടെങ്കിൽ ക്ഷമ ഈമാന്റെ പകുതിയാണ്. ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്ഷമ ആരോടും എന്റെ ജീവിതത്തില് ഇന്നെ സഹായിച്ചവരെക്കാൾ കൂടുതൽ ഇന്നെ ചതിച്ചവരാണ്. അതായത് മനസ്സ് തുറന്ന് ഞാൻ എല്ലാവർക്കും എന്ത് ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് എല്ലാവരും ഞാൻ പെട്ടെന്ന് വിശ്വസിച്ചു പോകും. അതിൽ ഏറ്റവും കൂടുതൽ ആ വിശ്വാസത്തിൽ നമ്മളെ ചതിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ, ആ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, ഒരുപാട് ആൾക്കാർ എനിക്ക് ഞാൻ നല്ലതെന്ന് ചെയ്തിട്ട് എനിക്കത് നേരെ തിരിച്ചായ ഒരുപാട് സംഭവം. ഇതൊന്നും എനിക്ക് സങ്കടമല്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു പാഠങ്ങളാണ്, ജീവിതത്തിൽ ഓരോ പാഠങ്ങളാണ്. ഇനി അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയല്ലോ, നേരായല്ലോ. അത്ര മതി. അല്ല, എല്ലാതും സമാധാനത്തിലായ ജീവിതം ഒരു രസമല്ല. ഇത് നമ്മളെ വെളുപ്പിക്കാൻ വേണ്ടി പറയുന്നല്ലോ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പാഠങ്ങളാണ് ഒരു മനുഷ്യന്റെ മാത്രമല്ല, ഒരുപാട് മനുഷ്യന്മാരുടെ കാര്യങ്ങളാണ് മക്കളെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം, മനസ്സിലായില്ലേ? അതിൽ കുറെ കയ്പുണ്ടാവും, കുറെ മധുരം ഉണ്ടാവും, കുറെ പുളി ഉണ്ടാവും, എല്ലാം ചേർന്നതാണ് ജീവിതം. അല്ലാതെ വെറും മധുരം മാത്രമാണെങ്കിൽ അതിന് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. എല്ലാം അറിയണം. ഓക്കെ. പിന്നെ ഈ നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇംഗ്ലീഷിലൊരു സംഭവം കണ്ട. എന്താണെന്നറിയോ, ഇപ്പൊ ഒരു ഇംഗ്ലീഷുകാർ ആള് പറയാണ് നമ്മുടെ കേരളത്തിലെ ഒരാളുകളുടെ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 500 രൂപക്ക് പോലും നമ്മൾ ലാഭം നോക്കും. പക്ഷെ അവിടെ 500 രൂപക്കാൾ കൂടുതൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്, നമ്മളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു ചിലപ്പോ 12,000 രൂപയാണ് ഫ്ലൈറ്റ് ടിക്കറ്റിന്. അപ്പോൾ പറഞ്ഞത് ശരി തന്നെയാണ്. നമ്മളൊരു ജീവിതം ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിതം കയ്പുണ്ടാവും, മധുരം ഉണ്ടാവും, അതുപോലെ പല വിഷമങ്ങളും ഉണ്ടാവും. അതെല്ലാം തരണം ചെയ്ത് ജീവിക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. അത് ജീവിച്ച് തീർക്കുക. നമ്മളെ വിചാരിക്കും അവർ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത്, ഈ ഒരു പൊസിഷനിൽ വന്നിരിക്കുന്നത്. പക്ഷേ അന്ന് അവർക്ക് സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ പണം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് സമാധാനം ഇല്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ മൂത്ത സഹോദരി അങ്ങനെ ഇവരുടെ കാര്യങ്ങൾക്കൊന്നും വരാറില്ല അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ അവരുടെ ഫാമിലി ഇഷ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള കമൻസുകളും കണ്ടപ്പോഴാണ് ഞാനിത് കൂടുതലായിട്ട് നോക്കുന്നത്, ഇതിൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെ വീഡിയോസ് എടുത്ത് നോക്കിയപ്പോഴാണ് ഇന്ന പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. എന്തായാലും നമുക്ക് നിജാസ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ടു നോക്കും. ഒരുപാട് ലെങ്തി ആവുന്നത് കൊണ്ട് നൗഫൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനിതിൽ കാണിക്കുന്നില്ല. ആ ഒരു എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മാത്രം കാണിച്ചിട്ട് നമുക്ക് വീഡിയോ നിർത്താട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയിപ്പോൾ. എന്തായാലും നിജാസ് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ എന്താണ് കാരണം എന്ന് വെച്ചാൽ നൗഫലിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നൗഫലിൻ്റെയും നിജാസിൻ്റെയും സോഫിയുടെയൊക്കെ വീഡിയോ ഞാൻ കാണുന്ന ഒരു ആളാണ്, ഇവരുടെയൊക്കെ സബ്സ്ക്രൈബറും കൂടിയാണ്. അപ്പോൾ എന്തായാലും റിയാക്ഷൻ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അതിന് ഇനിയിപ്പോൾ എന്നെ എല്ലാവരും കൂടെ പൊങ്കാലിടാനൊന്നും വരണ്ട. എന്തായാലും നമുക്ക് നിജാസ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. പറ്റിയാൽ പറയുന്നുണ്ട് കുറച്ചെല്ലാം 1-2 പോയിന്റ്സ് അതിനകത്ത് എന്നെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് സത്യാവസ്ഥയാണോ, അത് എന്താണ് അതിലുള്ളത്, അത് പിന്നെ വെറുതെ പറയണതാണോ, എന്തൊക്കെയാണെന്ന് കുറേ ആൾക്കാർ എന്നോട് പേഴ്സണലി വിളിച്ചിട്ടായാലും മെസ്സേജ് അയച്ചിട്ടായാലും കമന്റിലൂടെയൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനൊന്ന് മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ സത്യം എന്താണെന്ന് പുറത്ത് പറയണം എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അല്ലാതെ എനിക്ക് വേറെ ഇതിനകത്ത് ആരെയും വലിച്ചിടാനോ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെ അല്ല, ഒരിക്കലും അല്ല. ഇതിപ്പോൾ അവരായിട്ട് ഇങ്ങോട്ടൊരു പിന്നെ കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനായിട്ട് അങ്ങോട്ട് അതിൻ്റെ മറുപടി എന്നോണം അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്നോണം എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ ബോധിപ്പിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം കടമയാണ്, എൻ്റെ മാത്രം ചുമതലയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഒന്നുകൂടെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം, സാധാരണ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും, നമ്മുടെ ഫാമിലിയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ മാത്രമായിട്ട് എൻ്റെ ഫാമിലിയിൽ വന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് നേരെ വന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അധികം വല്ലാതൊന്നും കാര്യങ്ങൾ വലിച്ച് നീട്ടി മുന്നോട്ട് പോകുന്നില്ല. ഞാൻ കാര്യത്തിലേക്ക് വരാം. അതായത് നിങ്ങളിപ്പോൾ ഇന്ന് അവരുടെ വീഡിയോ കണ്ടു കാണും, സോഫിയുടെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, 1-2 കാര്യം എന്ന് പറയുമ്പോൾ, അതായത് ചക്കരയുടെ ഡെലിവറി റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരാഴ്ച മുന്നേ, ഒരു 6 ദിവസം മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ പിന്നെ സോഫിയുടെ ഹസ്ബൻഡിനെയോ ഞാൻ വിളിച്ചിട്ട് ഡെലിവറി കഴിഞ്ഞ കാര്യം പറഞ്ഞില്ല എന്നുള്ളതാണ് ഒന്നാമത് അവർ പറയുന്ന കാര്യം. രണ്ടാമത് പറയുന്ന കാര്യം പിന്നെ അതായത് അവരുടെ രണ്ടാമത്തെ കുട്ടിക്ക് സർജറി കഴിഞ്ഞ് കിടന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും വിളിച്ചന്വേഷിച്ചില്ല എന്നാണ് രണ്ടാമത് പറയുന്ന കാര്യം. മനസ്സിലായില്ലേ? പിന്നെ അതേപോലെ തന്നെ മൂന്നാമത് പറയുന്ന വേറൊരു കാര്യം, ചക്കരയെ ഡെലിവറിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് 7 മാസത്തിൽ വളകാപ്പെന്നോ അങ്ങനെ എന്തൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് കൂട്ടിക്കൊണ്ട് വരലെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിന് ആ ഒരു കാര്യത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് ചക്കരേൻ്റെ ഫാമിലി വന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ പിന്നെ സൗഫിയും സോഫിയുടെ ഹസ്ബൻഡും പങ്കെടുക്കാത്ത കാര്യം ഞാൻ ക്ഷണിച്ചില്ല എന്നുള്ളൊരു കാരണമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കാരണങ്ങളാണ്.
ഇനി ഞാൻ പറയാണ്, ഈ 3 കാരണങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ശരിക്കും ഇതിന്റെ പിന്നാമ്പുറം നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അറിയാതെയാണ് ഇത്രയും നേരം എന്നെ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറച്ച് തെറി വിളിച്ചിട്ടായാലും കുറച്ച് പഴിചാരിയിട്ടായാലും കുറച്ച് കുറ്റം പറഞ്ഞിട്ടായാലും നിങ്ങൾ ഇത്ര നേരം പറഞ്ഞത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ഏതൊരാളെ സംബന്ധിച്ചും 2 സൈഡ് നോക്കാതെ പിന്നെ പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ. നിങ്ങൾ ആ സൈഡ് മാത്രം കേട്ടിട്ട് എന്നെ ഒന്ന് പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ. ശരിക്കും ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥ ഇതൊന്നും അല്ല. ഞാൻ അതൊക്കെ വഴിയെ പറഞ്ഞുതരാം. ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് 2-3 ദിവസം മുന്നെയാണ് തുടങ്ങിയ സംഭവങ്ങളാണ്. അതായത് ചക്കരയുടെ ഡെലിവറി കഴിഞ്ഞ ശേഷം എന്തുകൊണ്ട് പിന്നെ സോഫിയുടെ ചാനലിൽ ചക്കരയുടെ ഡെലിവറി കഴിഞ്ഞ കാര്യം പറയുന്നില്ല, എന്തുകൊണ്ട് ഒരു വാക്കുപോലും അവർ പറയുന്നില്ല എന്നൊക്കെ പിന്നീട് നിങ്ങൾ ഒരുപാട് ആൾക്കാർ അവരോട് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം ഞാൻ പറഞ്ഞല്ലോ, ഇന്നൊന്നിലും തുടങ്ങിയതല്ല. ഏകദേശം 1 വർഷം 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് മുതൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അതിന് മുന്നേ എന്താണെന്ന് എനിക്കറിയില്ല. അതിന് മുന്നേ അവരുടെ ലൈഫിൽ പിന്നെ എന്തൊക്കെ നടന്നിട്ടുള്ളതെന്ന് എനിക്കല്ല. കാരണം അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളായി. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ഫാമിലിയിലേക്ക് വന്നതിന് ശേഷം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്ന് എനിക്കെതിരെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തതെന്ന് മുന്നേ പറഞ്ഞു. അല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വരേണ്ട ആവശ്യമില്ല. എനിക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെയാണ് നമ്മൾ. നമുക്ക് എന്തോരം കണ്ടന്റുണ്ട്. കാരണം ഇങ്ങനെ വീഡിയോ വരേണ്ട കാര്യമില്ല. അതായത് പിന്നെ അവരുടെ വീഡിയോയിൽ പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിരന്തരം ചോദിച്ചു എന്തുകൊണ്ട് സോഫി നീ പിന്നെ ചക്കര പ്രസവിച്ച കാര്യങ്ങൾ പറയണമെന്ന് ചോദിച്ച് അവരെന്തോ ടെൻഷനായിരുന്നോ പ്രഷറായിരുന്നോ ഒക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്തുകൊണ്ടത് എന്തിനെ എന്നെ വലിച്ചിട്ടു ഇതിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്തിനെ എന്നെ വലിച്ചിട്ടെന്ന് ഞാൻ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അതായത് ഫസ്റ്റ് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവിടെ ഞാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു. കല്യാണം കഴിഞ്ഞതിൻ്റെ അന്ന് മുതലാണ് ഞാൻ ഇവരുടെ ഓരോ സ്വഭാവങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത്. അന്ന് കല്യാണത്തിന് സോഫിയുടെ ഹസ്ബൻഡൊക്കെ കല്യാണത്തിന് മുന്നേ തലേ ദിവസമൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കല്യാണ പന്തലിൽ എല്ലാത്തിനും പിന്നെ മുന്നിട്ട് ചക്കരയെ കല്യാണം കഴിപ്പിക്കുന്ന ഒരാളായിട്ട് എല്ലാത്തിനും മുൻകൈ എടുത്തുന്നതാണ് നൗഫൽ, അതായത് ഇവരുടെ ബ്രദർ. അപ്പോൾ അന്ന് ചക്കരയുടെ വാപ്പ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്തിട്ട് പറ്റാവശ്യമായിട്ടൊക്കെ വന്ന് ഡിസ്ചാർജ് കിട്ടുന്ന വീട്ടിലുള്ള സമയം എല്ലാവർക്കും അറിയാം. അപ്പോൾ വാപ്പ എന്നുള്ള നിലയ്ക്ക് പുള്ളിക്കാരന് ആ കല്യാണം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ചെറിയ അവളുടെ കല്യാണം കൂടി കൊടുക്കാനോ ഒന്നും പറ്റിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നിന്ന് നൗഫലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൂത്ത താത്ത എന്നുള്ള നിലയ്ക്ക് സോഫി ചെയ്തില്ലെങ്കിലും സോഫിയുടെ ഹസ്ബൻഡോട് ചെയ്യാനുള്ള കാര്യം ഒരു വാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്നിട്ടൊക്കെ ചെയ്തെടുക്കുന്ന കുറച്ച് കാര്യങ്ങളും കടമകളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ചെയ്താവുന്നില്ല. ഞങ്ങളുടെ കല്യാണത്തിന് വന്നിട്ട് അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമായിട്ട കാര്യത്തിൽ. പുള്ളിക്കാരൻ ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ പിന്നെ വന്നിട്ട് കല്യാണത്തിന് കൂടി രാവിലെ വന്നു, മുന്നേ വന്നു, പക്ഷേ കല്യാണത്തിന് വന്ന് അതേപോലെ തന്നെ രാവിലെ മണ്ഡപത്തിലെത്തി. ഇതിനുശേഷം കല്യാണം കൂടിയതിനു ശേഷം അന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അന്ന് കല്യാണത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അതെനിക്കൊന്ന് സൗഫിയോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എന്തോ ചെറിയ പ്രശ്നം എന്തോ കാര്യങ്ങളാണ്. അപ്പോൾ അവരവിടെ വന്നതിന് ശേഷം കല്യാണത്തിന് പുള്ളിക്കാരൻ എൻ്റെ കല്യാണത്തിന് ഭക്ഷണം പോലും കഴിക്കാതെ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു. അന്ന് സൗഫിയും അവരൊക്കെ വിളിച്ചു. അപ്പോൾ എന്നിട്ട് പുള്ളിക്കാരൻ നിന്നില്ല. പുള്ളിക്കാരൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ സൗഫിയും കുട്ടികളൊക്കെ എന്നിട്ട് അവിടെ ഭക്ഷണം കഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് സൗഫിയുടെ ഭർത്താവ് നേരെ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോയി. ഞങ്ങളുടെ കല്യാണത്തിന് പകുതി വരെ കൂടിയിട്ട് ആ ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഭക്ഷണം കഴിക്കുന്ന നേരെ അവിടെ പോയിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ പോയിട്ട് തമിഴ്നാട്ടിൽ പോവുകയാണ് ചെയ്തത്. അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങളുടെ റിസപ്ഷൻ, പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് കൊല്ലത്ത് ഞങ്ങളുടെ റിസപ്ഷൻ ഉണ്ട്. കല്യാണം കഴിഞ്ഞ് ഞാനും ചക്കരയും നേരെ വീട്ടിൽ പോയി, കൊല്ലത്തേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ റിസപ്ഷൻ ഉണ്ട്. ആ റിസപ്ഷന് ഇവിടെ നിന്ന് എല്ലാവരും ഫാമിലി ഒരു ബസ്സിൽ നിറച്ച ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അന്നും ഈ പുള്ളിക്കാരൻ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, പുള്ളിക്കാരൻ ഓൾറെഡി തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞു. അന്ന് വന്നത് സൗഫിയും സൗഫിയുടെ 2 മക്കളും മാത്രമാണ് വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ ഫാമിലിയുടെ ഒരു കാര്യത്തിനോ എൻ്റെ വീട്ടിൽ ഒരിക്കൽ പോലും പുള്ളിക്കാരൻ വന്നിട്ടില്ല. സൗഫിയും മക്കളും ആകെ ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഒരിക്കൽ പോലും എൻ്റെ വീട്ടിൽ പുള്ളിക്കാരൻ വന്നിട്ടില്ല. പിന്നെ അതിനുശേഷം അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ പോയതിന് ശേഷം കല്യാണം കഴിഞ്ഞ് അവരെല്ലാവരും അവരുടെ വീട്ടുകളിൽ കാര്യങ്ങളായിട്ടൊക്കെ മടങ്ങി. അതിനുശേഷം അവരുടെ ചക്കരയുടെ ഫാമിലി തന്നെ ഒരു പിന്നെ കല്യാണം വന്നു. അവരുടെ ബന്ധത്തിൽ ഒരു കല്യാണം വന്നു. ആ കല്യാണത്തിന് അതേപോലെ തന്നെ എല്ലാവരും കൂടി ഞങ്ങൾക്ക് ക്ഷണം ഉണ്ടായിരുന്നു. ഞങ്ങളും വന്നു. ഇതേപോലെ സൗഫിയും വന്നു, സൗഫിയുടെ 2 മക്കളും വന്നു. ഈ പറഞ്ഞ ഭർത്താവ് വന്നില്ല. അപ്പോൾ ഈ ഒരു കല്യാണത്തിന് സൗഫിയുടെ പിന്നീട് ചക്കരയുടെ ബന്ധം എന്ന് പറയുമ്പോൾ സൗഫിയുടെ അത്ര അടുത്ത ബന്ധത്തിലുള്ളതാണ്. അവിടെ അമ്മാവിൻ്റെ മകളുടെ കല്യാണത്തിനായിരുന്നു സംഭവം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതിനും ഈ സൗഫിയുടെ ഹസ്ബൻഡ് വന്നില്ല. അപ്പോൾ കല്യാണത്തിനൊക്കെ വന്ന് ഞങ്ങൾ എൻ്റെ ഉമ്മായി ഉപ്പായി ഞങ്ങൾ നാട്ടിൽ നിന്ന് എല്ലാവരും കൊല്ലത്ത് നിന്ന് വന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരു പുതുക്കത്തിൽ മോഡിയിലൊക്കെ അല്ലേ ഞങ്ങൾ കല്യാണത്തിനൊക്കെ വന്ന് കല്യാണമൊക്കെ കൂടിയിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കല്യാണം കഴിഞ്ഞ് കൂടി ഒരു 2, 3, 4 അങ്ങനെ എത്ര ദിവസങ്ങളാണ് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഏകദേശം 1 വർഷമായ കാര്യമാണ്, ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഇങ്ങനെ പറയുന്നത് വളകാപ്പിന് ഇതിനൊന്നും നിജാസ് വിളിച്ചില്ല, അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് നിജാസ്. ഇപ്പോൾ ഒരു അനിയത്തിയുടെ ഇതിന് പോവുകയാണ്, അതിനിപ്പോൾ നിജാസ് വിളിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയണം. അപ്പോൾ ഇതിന് പ്രസവത്തിന് വിളിക്കാൻ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പം നിജാസ് വിളിക്കേണ്ട കാര്യമില്ല. എന്താണ്, അവരെല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് അവർ ഒന്നിച്ച് വിളിക്കാൻ പോവുകയല്ലേ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ എന്താണ് പ്രസവിക്കാൻ പോകുന്ന ഇവരുടെ ഭർത്താവ് വിളിച്ച് ഇവരെല്ലാവരും ഓരോരുത്തർ വിളിച്ച് കൊണ്ടുപോകണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവരുടെ ഈ തമിഴ് ആ ഒരു ഇതിൽ അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എന്തായാലും കുറച്ച് ഭാഗങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. കൂടിയതിനു ശേഷം തിരിച്ച് സൗഫിയും മക്കളും സേലത്തോട്ട് പോവാണ്. അന്ന് ഇവർ ആദ്യം പോകാൻ പ്ലാൻ ചെയ്തത് ട്രെയിനിലാണ് പോകാൻ പ്ലാൻ ചെയ്തത്. അതിൽ നൗഫൽ പറഞ്ഞു, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ട്രെയിനിൽ പോകണം, ഞങ്ങൾ കാറിൽ പോകാമെന്ന് പറഞ്ഞു. അതിൽ ഞങ്ങളും പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് കാറിൽ പോകാം. കാറിലാകുമ്പോൾ എനിക്കും ചക്കരയ്ക്കും സോഫിയുടെ വീട്ടിൽ, ചക്കര മുന്നേ സോഫിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, ഞാനും ചക്കരയും കൂടി വരാം, ഞങ്ങൾ കാറിൽ പോവുകയും ചെയ്യാം, നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാവത്തില്ല, ലഗേജ് സാധനങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് വരികയും ചെയ്യാം, നമുക്ക് നിങ്ങളുടെ നാട് വീടൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളന്ന് കാറിലാണ് പോയത്. അന്ന് നൗഫൽ കാറിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് നൗഫലിൻ്റെ കാറിൽ ഞാനും നൗഫലും ചക്കരയും നൗഫലിൻ്റെ ഒരു സുഹൃത്തും ഞങ്ങൾ 4 ആളാണെന്ന് പോയത്. 4 5 ആളുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെ എത്തിയപ്പോൾ കഥ വേറൊരു സംഭവം, വേറൊരു ടെസ്റ്റ് അവിടെ നടന്നു. നമ്മളവിടെ ചെന്നപ്പോൾ
എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫിയുടെ ഹസ്ബൻഡോട് ഉണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ രാവിലെ പുലർച്ചെ ഇവിടെ നിന്ന് പോയിട്ട് ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഒരു 2 മണി 1:30 മണി ആ ടൈമിലേക്കാണ് നമ്മളവിടെ എത്തുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഉച്ചയ്ക്ക് എത്തിയപ്പോൾ സോഫിയുടെ ഹസ്ബൻഡ് അവിടെ ഇല്ല. സോഫി നമ്മളിവിടെ നിന്ന് വരുന്ന കാര്യമൊക്കെ മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവളോട് മുന്നേ പറഞ്ഞു ഇന്ന് പിന്നെ ഞങ്ങൾ കാറിലാണ്. എന്തായാലും അറിയുമല്ലോ സോഫി ഒന്നല്ലെങ്കിലും ഇവിടെ നിന്ന് തിരിച്ച് തമിഴ്നാട്ടിലോട്ട് പോകുന്ന കാര്യം എന്തായാലും ഹസ്ബൻഡിനോട് പറയുമല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്, നൗഫലിന്റെ കാറിലാണ് വരുന്നത്, നിജാസും ചക്കരയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയല്ല 6-7 മണിക്കൂർ 8 മണിക്കൂർ എന്തായാലും കാറിൽ യാത്രയുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിട്ടും പുള്ളിക്കാരൻ ആ വീട്ടിലുണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ ആ വീട്ടിൽ വരാതെ എന്തിനാ അവിടെ മാറി നിന്നു? ഇനി അഥവാ നിങ്ങളിപ്പോൾ വിചാരിക്കും ജോലി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു, എന്തുകൊണ്ട് അവിടെ നിന്ന് ഒരു അരമണിക്കൂർ പോരെ ഞങ്ങളോട് വരുമ്പോൾ ഞങ്ങളൊന്ന് വന്ന് കണ്ട് സംസാരിച്ച് ഞങ്ങളൊക്കെ ഒന്ന് ഇതാക്കാൻ മൈൻഡ് ചെയ്യാൻ അത്ര പോരെ? ഞങ്ങൾക്കിപ്പോൾ അന്നോട് വന്നിട്ട് പിന്നെ കാര്യമായിട്ട് നമുക്ക് ബൊഫെ ഉണ്ടാക്കി തരണമോ ബിരിയാണി ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ജസ്റ്റ് അവിടെ നമ്മളൊന്ന് കണ്ടിട്ട് ആദ്യമായിട്ട് വരികയാണ്, എന്നും വരികയാണ് അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കൊക്കെ വരികയാണെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് അവർക്ക് വന്നിട്ട് നമ്മളൊന്ന് മൈൻഡ് ചെയ്യാറുണ്ടല്ലോ, അത് ചെയ്തില്ല. പുള്ളിക്കാരൻ വീട്ടിൽ ഉണ്ടായിട്ടേനില്ല. എന്തുകൊണ്ട് നമ്മളോട് മാറിയുന്നു? അപ്പോൾ ഇവർ ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് നിങ്ങളിലേക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞത്. മനഃപൂർവ്വം വേണമെന്ന് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ പ്രസവത്തിന് ചക്കരയെ കൂട്ടിക്കൊണ്ടുവരുന്ന കൊല്ലത്തിന് 7-ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടിരുന്ന പരിപാടിക്ക് പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ഇവർ വന്നില്ലാന്ന്. അതിൽ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ വീഡിയോയിൽ? ഞാൻ വിളിച്ചില്ലാന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ പിന്നെ എൻ്റെ വീട്ടിലുള്ള എൻ്റെ കുടുംബങ്ങൾ മാത്രമാണ് ഞാൻ വിളിക്കാനുള്ള എൻ്റെ കടമ വരുന്നത്. ഒരു വീട്ടിലും ഭാര്യമാരെ പിന്നെ കുടുംബക്കാരെ വിളിക്കാനുള്ളത് ഭാര്യ തന്നെയാണ്, ഭർത്താവിൻ്റെ വീട്ടിൽ വിളിക്കാനുള്ളത് ഭർത്താവിനാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ മൂന്നാമത് പറയുന്ന വേറൊരു കാര്യം, ചക്കരയെ ഡെലിവറിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് 7-ാം മാസത്തിൽ വളകാക്കുന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കൂട്ടിക്കൊണ്ട് വരുന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിന് ആ ഒരു കാര്യത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് ചക്കരേൻ്റെ ഫാമിലി വന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ പിന്നെ സൗഫിയും അവരും സോഫിയുടെ ഹസ്ബൻഡ് പങ്കെടുക്കാത്ത കാര്യം ഞാൻ ക്ഷണിച്ചില്ല എന്നുള്ളൊരു കാരണമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കാരണങ്ങളാണ്. ഇനി ഞാൻ പറയാണ്, ഈ 3 കാരണങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ശരിക്കും ഇതിന്റെ പിന്നാമ്പുറം നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അറിയാതെയാണ് പുറത്തൊന്നും ഒക്കെ കാണിച്ചു. അന്ന് നമ്മൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാവും. നൗഫൽ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഉമ്മ സൗഫിനെ വിളിച്ച് പറയണ്ടേന്ന്. അന്ന് ഉമ്മായി നൗഫലും മാറി 2-3 ഫോണിൽ മാറി ഈ സൗഫിയെയും സൗഫിയുടെ ഹസ്ബൻഡിനെയും വിളിച്ചു. രണ്ടുപേരെയും വിളിച്ചിട്ട് ഇവർ 2 ആൾ ഫോൺ എടുക്കുന്നില്ല. എത്ര പേര് വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉമ്മ 5 വിളിച്ചിട്ടുണ്ടാവും, നൗഫൽ 6 വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ 10 പ്രാവശ്യം വിളിച്ചിട്ട് ഇവർ 2 ആൾ ഫോൺ എടുത്തില്ല. ലാസ്റ്റ് ആ വീഡിയോ പറയുന്നുണ്ടല്ലോ സിനു വിളിച്ചിട്ട് പറഞ്ഞ ഫോൺ എടുക്കുന്നത്. അതിന് അത്യാവശ്യം അറിയാം എന്താണ്, സിനുവിന്റെ നമ്പറിൽ നിന്ന് വിളിച്ചു ചക്കര പ്രസവിച്ചു പെൺകുട്ടിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ എടുത്തില്ല. പിന്നെ അറിഞ്ഞെങ്ങനെ അറിയോ, സിനു എന്നിട്ട് ഈ കാര്യം അവരോട് പറയാൻ വേണ്ടി നമ്പർ മാറ്റി വിളിച്ചു. ഇതൊക്കെ ഞാൻ പിന്നെ അറിയുന്നത്, ഞാൻ ഉള്ളിലാണ്, ഞാൻ ചക്കര ഇതൊന്നും അറിയില്ല. സിനു നമ്പർ മാറ്റി വിളിച്ചതാണ്, വേറെ നമ്പറിൽ നിന്ന് വിളിച്ചാണ് അവർ കോൾ എടുത്തത്. കോൾ എടുത്തിട്ട് സിനു പറഞ്ഞു ചക്കര പ്രസവിച്ചു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവിടെ മറുപടി ഇത്രയാണ് പറഞ്ഞത്. ശരി ഇത്രയാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് നൗഫലിന്റെ പിന്നെ കുട്ടിയുടെ പ്രസവിക്കുന്ന സമയത്ത് അന്ന് ഞാനും ചക്കരയുടെ ഉപ്പായും പഴയ വീട്ടിൽ താമസിക്കുമ്പോൾ ഇതേപോലെ രാത്രി 10 നൗഫൽ പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞു സിനു പ്രസവിച്ചിട്ടുണ്ട്. ആ സമയത്ത് എനിക്കറിയാം ഏതൊരു പിന്നെ ഉപ്പാനമാരെ മാതാക്കളെ സംബന്ധിച്ച് അവർ ആ ഒരു സമയത്ത് തിരക്കിലായിരിക്കും. അന്ന് ചക്കരയുടെ ഫോണിൽ നിന്ന് സൗഫി പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ ആദ്യം ഫോൺ എടുത്തില്ല. രണ്ടാമത് ഫോൺ എടുത്തതിൽ പിന്നെ ചക്കര പറഞ്ഞു അതേപോലെ ഭാവി പ്രസവിച്ച കേട്ടോ പെൺകുട്ടിയാണ് അന്ന് ഇതേപോലെ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ആ സമയത്ത് എനിക്കോ ചക്കരയ്ക്കോ ഒന്നും വിളിച്ചു പറയാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. ആ പ്രസവിച്ച് കഴിഞ്ഞ പെണ്ണ് എങ്ങനെ വിളിച്ചു പറയും? എങ്ങനെ വിളിച്ചു പറയും? ഞാൻ ലേബർ എനിക്ക് നാളാണ്, ഞാൻ ആ തിരക്കിൽ എങ്ങനെ വിളിച്ചു പറയും? എന്റെ ഫോൺ നോക്കി പറഞ്ഞു. ശരി തന്നെയാണ് നിജാസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിജാസ് വിളിക്കേണ്ട കാര്യമില്ല, അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണല്ലോ, അതിന് നിജാസ് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സൗഫിന്റെ ഭാഗത്തും കുറേ ഇത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്വയം ഇല്ല എന്നുള്ളത് നമ്മൾ എന്തിനാണ് അറിയിക്കുന്നത്? നമ്മളെ സംബന്ധിച്ച നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയി സഹകരിക്കുക. എല്ലാത്തിനും മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. സ്വയം മാറി നിന്നിട്ട് എല്ലാം ഇവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു ഇതിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പോവുക, സഹകരിക്കുക, നമ്മൾ വരിക. അതിപ്പോൾ നിജാസ് പറഞ്ഞതുപോലെ തന്നെ നിജാസിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ വലിയ പ്രശ്നക്കാരനായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ സോഫി ആണെങ്കിൽ പ്രശ്നക്കാരായിട്ടൊന്നും തോന്നിയിട്ടില്ല, നല്ലൊരു തന്നെയാണ്. പക്ഷേ അവരുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് പറയുന്ന സമയത്ത് ഇവർ അത്യാവശ്യം റീച്ചും കാര്യങ്ങളും 3 പേർക്കും അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവർ പബ്ലിക്കിന് മുമ്പിൽ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്ന സമയത്ത് അത് ആരാണെങ്കിലും അത് എടുത്ത് ചോദിക്കും. ഇപ്പോൾ വരാത്തത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലാതെ ഈ ഫാമിലിയിൽ നടന്ന സംഭവങ്ങൾ മൊത്തം 2 കൂട്ടരും അന്ന് പബ്ലിക്കിന് മുമ്പിൽ പറഞ്ഞ സമയത്ത് അത് ഏറ്റെടുക്കുന്നത് അത് വേറൊരു തരത്തിലായിരിക്കും ആളുകൾ അത് ഏറ്റെടുക്കുന്നത്, ആ ഒരു തരത്തിലായിരിക്കില്ല ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സോഫിൻ്റേതായിട്ടുള്ള ന്യായങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ നിജാസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. നിജാസിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ ശരിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവിടെ ഇത്രയും മണിക്കൂർ കഴിഞ്ഞ് പോകണം, എപ്പോഴും നമ്മൾ പോകുന്നില്ലല്ലോ. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ത് ജോലി തിരക്കാണെങ്കിലും ആ ജോലി സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ പുള്ളിക്കാരൻ അത് ചെയ്തില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് സോഫി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വരും. സോഫിയും ഹസ്ബൻഡും കൂടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ കേട്ട് നോക്കൂ. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കമന്റ് പറഞ്ഞത് ഞങ്ങൾ ജസ്റ്റ് കമന്റ് പറഞ്ഞതിന് മാത്രം എന്താ റീസൺ മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി അതിലുണ്ടായിരുന്നു ചിലപ്പോൾ ഫാമിലി ഇഷ്യൂ ഉണ്ടാവും. ഞങ്ങൾ ശരിക്കും നമ്മുടെ കുടുംബം ആയാൽ നല്ല ജീവിച്ചു പോകുന്ന കുടുംബമാണെങ്കിലും ചെറിയ പ്രശ്നമില്ലാത്ത കുടുംബം, ഭാര്യ ഭർത്താവായി ജീവിക്കുന്ന കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവും, മറ്റേ കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത കുടുംബം ഈ ലോകത്ത് എവിടെയും കാണാൻ കിട്ടില്ല. അപ്പോൾ പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ട്. ഇതാരും ഊതി പെരുപ്പിച്ച് ഒന്നില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുത്ത് താഴ്ന്നു പോവേ ചെയ്യുള്ളൂ. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ഇതിപ്പോൾ ഞാൻ എനിക്ക് ചെയ്തത് ഒരു 3 വലിയ തെറ്റ് ഞാൻ ചെയ്ത മാതിരിയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ എന്താ വെച്ചാൽ നേരത്തെ ഞങ്ങൾ വീഡിയോ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിലിപ്പോൾ ഊതി പെരുപ്പിച്ച് തമിഴ് സംഘനാമത്തെ എനിക്ക് വീഡിയോ വരാൻ ഇപ്പോൾ ഞാൻ അവരെ കുറിച്ചിട്ടൊന്നും ഞാൻ ഒരു വീഡിയോ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ എന്താ നിങ്ങൾ സാധാരണ അവനോട് പറയും, ആൾക്കാർ ഓരോരുത്തർ ചോദിക്കും നിങ്ങൾ എന്നെ കുറിച്ചും പറയണ്ട,
അപ്പോൾ ഞങ്ങളെ കുറിച്ചും പറയേണ്ട അത് അവരുടേതായ ചാനലുണ്ട്, അവരുടേതായ കാര്യങ്ങൾ അറിയാം, അവരുടേതായ വിശേഷങ്ങൾ അറിയില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ദിവസം നാട്ടിൽ വിളിച്ചില്ല പറഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ വിശേഷം എങ്ങനെ അറിയുന്നത്? വീഡിയോയിലെ. അതേമാതിരി അവരൊരു വിഷയം അവരുടെ വീഡിയോയിൽ. ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ പക്കം ന്യായീകരിക്കാനോ ഞങ്ങളുടെ പക്കം തെറ്റില്ലാത്ത മാതിരിയോ ഒന്നിനും ഞാൻ വരികയല്ല. നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയരുത് ഞങ്ങൾ നിങ്ങളത് തെറ്റെന്നാ. ഇന്നലെ എനിക്ക് വരാൻ പറ്റിയ സത്യം ഞാൻ എൻ്റെ വിശേഷം ഞാൻ പറയാം. നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഫാമിലി ഉണ്ട്, നല്ലതുണ്ടാവും കെട്ടതുണ്ടാവും, മാക്സിമം എല്ലാവരും ഉണ്ടാവും. പിന്നെ അവരെ കുറ്റപ്പെടുത്താനോ ഇവരെ കുറ്റപ്പെടുത്താനോ ഒന്നും ഞാൻ വരില്ല. ഇതിന് മുറുക്ക് ഇത്രത്തോളം എത്രത്തോളം കാരണം ഞാൻ എന്നെ തന്നെ പറയാം. ഞാൻ എന്നെ തന്നെ പറയുമ്പോൾ അത് പ്രശ്നമുണ്ട്, ആർക്കും അതൊരു പ്രശ്നമില്ല. ഞാൻ ഇന്നലെ ജസ്റ്റ് വന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഇത്രത്തോളം വരില്ല. ഇത് ഞാൻ ആ വീഡിയോ എന്താ ഇടാത്ത ചോദിച്ചാൽ സത്യം ഞങ്ങൾക്കുള്ളവരെ ഞങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് ഫാമിലി ഇഷ്യൂ ഉള്ളതാണ്. എല്ലാവർക്കും ഫാമിലി ഇഷ്യൂ ഉണ്ടാവും. എല്ലാവരും അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയില്ല. എല്ലാവർക്കും കുടുംബം മുഖ്യം, എല്ലാവരും വേണം. അങ്ങനെ ഇരിക്കുന്ന സാധാരണ ഒരാളാണ് ഞാൻ. സാധാരണ പൊതുവെ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഉണ്ടാവും. നമ്മുടെ ഫാമിലി പറഞ്ഞാൽ ചെറിയൊരു ഉപ്പാന്റെ ഫാമിലി ഉമ്മാന്റെ ഫാമിലി അങ്ങനെ പോകുന്നല്ലാതെ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് പോകുന്ന ആൾക്കാരാണ്. ഇതിപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞവർ എന്നെ തിരിച്ച് പറയാൻ കൂടി എനിക്കൊരു ഇതുമില്ല. നാളെ പിന്നെ ചിലപ്പോൾ വീഡിയോ ഇടും, ചിലപ്പോൾ ഇതോടെ ഞങ്ങൾ വീഡിയോ ഇടില്ല. അതെല്ലാം നമ്മുടെ പേഴ്സണൽ. ഞങ്ങൾ ഇന്നേ വരെയും ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ പോയി കടന്ന് നൂറിന് കയറി നമ്മൾ ഇതുവരെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അനിയത്തിക്ക് കൊള്ളുന്ന അത് സത്യം അതാണ്. സത്യം അതാണ് പറഞ്ഞാൽ ഇനിയിപ്പോൾ അവൻ ഇതിക്ക് ന്യായീകരിച്ച് വീഡിയോ ഇട്ടാലും എനിക്ക് കുഴപ്പമില്ല. ഇതിന്റെ ഇടയിൽ അവർക്ക് ഞാൻ ആ ഫംഗ്ഷനിൽ പോയി. ഞാനിപ്പോൾ സത്യം ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് 2 മക്കളുണ്ട്. ഇതേമാതിരി സിറ്റുവേഷൻ സർജറി പെട്ടെന്ന് ചെയ്തേ ആവണം. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഫംഗ്ഷൻ അറ്റൻഡ് பண்ணോ ഇല്ല അടുത്ത ലെവൽ കുട്ടിക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ഓൾറെഡി നടന്ന സംഭവം ഞാൻ പറയാം. എനിക്ക് ഫോൺ ചെയ്തു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇമ്മ ചെയ്തു, അത് കഴിഞ്ഞ് നൗഫൽ ചെയ്തു, അത് കഴിഞ്ഞ് ചക്കര ചെയ്തു. ഉമ്മാനോട് പറഞ്ഞു അതേതാണ് ഞാൻ ചക്കരനോട് ഞാൻ പറഞ്ഞത്. എന്ത് പറഞ്ഞു? ഇല്ല മിയാസിന്റെ ബർത്ത്ഡേ എല്ലാ വർഷവും നിങ്ങൾക്ക് എല്ലാ വർഷവും മിയാസിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കരുവാരത്തേക്കാണ്. പുള്ളിക്കാരനെ തമിഴാണല്ലോ, അപ്പോൾ എല്ലാവരും അണ്ണാച്ചി എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നു. അത് ആ ഒരു തരത്തിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ മുതലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇപ്പോൾ വിളിക്കുന്നതിന് അതൊക്കെ നമ്മൾ വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് കാണണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ അതിപ്പോൾ അവർ തമിഴല്ലേ, അപ്പോൾ അതിൽ അവർ അണ്ണാച്ചി അതൊരു തെറി വാക്കൊന്നും അല്ലല്ലോ. അപ്പോൾ അത് ചുമ്മാ അങ്ങനെ കാഷ്വലായിട്ട് വിളിക്കുന്ന ആ ഒരു തരത്തിൽ ഇങ്ങനെ വിളിക്കുമായിരിക്കും. അതിനൊക്കെ നമ്മൾ കുറ്റം കാണണം. അപ്പോൾ ഞങ്ങൾ പത്തനംതിട്ടയാണ്. അപ്പം എൻ്റെ മക്കളൊക്കെ അവിടെ കൊച്ചുങ്ങളിലെ പിള്ളേരെ കൊച്ചെന്ന് പറയും. നമ്മുടെ പാലക്കാട്, ഇപ്പോൾ എൻ്റെ വീട് പാലക്കാട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ കുട്ടി അങ്ങനെയല്ലേ പറയാം. അപ്പോൾ ഇവിടെ അവരെ കൊച്ചെന്ന് വിളിച്ചിട്ട് ഇവിടെ എല്ലാവരും പറയും കൊച്ചെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഭാഷയിലൊക്കെ ഇവരെടുത്ത് സംസാരിക്കും. അപ്പം നമ്മൾ അതൊക്കെ ഒരു തെറ്റായിട്ട് കാണാൻ നിന്നാൽ നമ്മളത് ആ ഒരു ഇതിൽ എപ്പോഴും നമ്മൾ ജീവിക്കേണ്ടി വരും അല്ലേ. അതിപ്പോൾ ഒരു അണ്ണാച്ചി എന്ന് പറയുന്നത് വലിയൊരു മോശമായിട്ടുള്ളൊരു വേർഡൊന്നുമില്ല. സ്വാഭാവികമായിട്ട് തമിഴ്നാട്ടിൽ പൊതുവേ അത് വിളിക്കുന്ന ആ ഒരു ഇതാണ്. ഇപ്പോൾ തമിഴ് കുറച്ച് പ്രായമുള്ളവരൊക്കെ അണ്ണാച്ചി അങ്ങനെ വിളിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കോയമ്പത്തൂരാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ പാലക്കാട് ആയതുകൊണ്ട് എനിക്ക് കോയമ്പത്തൂരിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അണ്ണാച്ചി എന്നൊക്കെ വിളിക്കും. ആ ഒരു തരത്തിലാണ് വിളിക്കുന്നത്. അതും ഇവർ വേറൊരു തെറ്റുകുറ്റമായിട്ട് കണ്ടിട്ട് അത് പലതരത്തിലാക്കിയിട്ട് തീർക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നേരിട്ട് സംസാരിച്ച് തീർത്തൂടെ. ഇതൊക്കെ ഒരു വീഡിയോ ആക്കിയിട്ട് ഈ വീഡിയോ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കണം. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. അനിയത്തിക്ക് കൊള്ളുന്നത് അത് സത്യം അതാണ്. സത്യം അതാണ് പറഞ്ഞാൽ ഇനിയിപ്പോൾ അവൻ ഇതിക്ക് ന്യായീകരിച്ച് വീഡിയോ ഇട്ടാലും എനിക്ക് കുഴപ്പമില്ല. ഇതിന്റെ ഇടയിൽ അവർക്ക് ഞാൻ ആ ഫംഗ്ഷനിൽ പോയി. ഞാനിപ്പോൾ സത്യം ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് 2 മക്കളുണ്ട്. ഇതേമാതിരി സിറ്റുവേഷൻ സർജറി പെട്ടെന്ന് ചെയ്തേ ആവണം. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഫംഗ്ഷൻ അറ്റൻഡ് பண்ணോ ഇല്ല അടുത്ത ലെവൽ കുട്ടിക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ഓൾറെഡി നടന്ന സംഭവം ഞാൻ പറയാം. എനിക്ക് ഫോൺ ചെയ്തു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇമ്മ ചെയ്തു, അത് കഴിഞ്ഞ് നൗഫൽ ചെയ്തു, അത് കഴിഞ്ഞ് ചക്കര ചെയ്തു. ഉമ്മാനോട് പറഞ്ഞു അതേതാണ് ഞാൻ ചക്കരനോട് ഞാൻ പറഞ്ഞത്. എന്ത് പറഞ്ഞു? ഇല്ല മിയാസിന്റെ ബർത്ത്ഡേ എല്ലാ വർഷവും നിങ്ങൾക്ക് എല്ലാ വർഷവും മിയാസിന്റെ ബർത്ത്ഡേ അവിടെ കൊണ്ടാടുന്നത്. എനിക്കറിയില്ല. ഒരു മെയ് 3-ാണ് മെയ് 5-നാണ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചും മെയ് 6-ാണെങ്കിൽ കൂടെ മെയ് ഒരു 10-ന്റെ ഉള്ളിലാണെന്ന് കൂടെ ഞാൻ സ്കൂൾ ലീവ് അത്ര ദിവസം ഞാൻ എല്ലാ ദിവസവും 2 മാസം ഞാൻ പറഞ്ഞത് ഞാൻ പറയാം. എനിക്ക് വരാൻ പറ്റില്ല. മിയാസിന്റെ ബർത്ത്ഡേ എല്ലാ വർഷവും അവിടെ കൊണ്ടാടുന്നത്. പ്രാവശ്യം ഞാൻ സത്യം പറയാം, ഇവിടെ ഞങ്ങൾക്കും ഉണ്ട് ഇവിടെ ഒരു ഫാമിലി. എല്ലാവരും അവരുടെ ഫാമിലിയെ സേഫ് ചെയ്യാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഇതുണ്ടാവും. ഇത്ര ആൾക്കാർ ഫുള്ള് സോഷ്യൽ മീഡിയ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഇവരുടെ ഉമ്മ എന്ത് വിചാരിക്കും? അവർക്ക് ഒരു മനസ്സിൽ എൻ്റെ മകനെയാണ് ഇത് ഇത്രയും കാര്യം അറിയാതെ ഇത്രയും സംസാരിക്കുന്നത്. കാരണം അത് ഇന്നവർക്കും ഒരു പ്രശ്നങ്ങൾക്കും ഞങ്ങളും അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ട ഒതുങ്ങി വന്ന ആൾക്കാരാണ്. നമ്മുടെ കുടുംബങ്ങൾ, എൻ്റെ കുടുംബമായാലും ശരി ഇവിടെ കുടുംബമായാലും ശരി വേണ്ട. ഇപ്പോൾ 10 കല്യാണമായി കുഴന്തയായ ടോട്ടൽ ഫാമിലിയിൽ പ്രോബ്ലം വരും. അതിനാൽ ആ പ്രോബ്ലം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് എണ്ണം കിട്ടുന്നത് വെച്ച് ഞങ്ങൾ ഇപ്പോൾ വരെക്കും അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ചിട്ട് ജീവിച്ച് തിന്നുന്ന ആൾക്കാരാണ്. സോഷ്യൽ മീഡിയ പറഞ്ഞത് ജസ്റ്റ് നമുക്ക് ഇത്ര ഞാൻ തന്നെയായിരിക്കും എല്ലാവരും പോയിക്കണം. ഒറ്റയ്ക്ക് ഇത്രയും ദൂരത്ത് ഒറ്റയ്ക്ക് എനിക്ക് ഇത്രയും ഫാമിലി ഉണ്ടല്ലോ. അവർക്ക് വീഡിയോ ഇടുമ്പോൾ അവരുടെ ഓരോ വീട്ടിൽ സന്തോഷിച്ചിരിക്കുന്ന ഒരാൾ ആണ് ഞാൻ. ഇത് ഞാൻ ആരും കുറ്റം പറയുന്നത് അവർ അത് ചെയ്തു, ഇവർ ഇത് ചെയ്തു, ഇപ്പോൾ ഇവിടെ സത്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ ന്യായീകരിക്കാൻ വന്നതാണ്. എന്തായാലും ഞാൻ കേൾക്കും. പിന്നെ കേൾക്കാൻ പോലെ ഇതിന്റെ അടിയിൽ ഞാൻ നല്ലതാ ഒന്ന് പറയുന്നുണ്ട്. അതോടെ നമ്മുടെ എല്ലാവരും കഴിഞ്ഞു പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ പൊതുവെ എല്ലാവരും വേണമെന്ന് പറയുന്ന ഒരാളാണ്. പൊതുവെ ഇപ്പോൾ പാവം പറഞ്ഞാൽ കല്യാണത്തിൽ പ്രശ്നം പിടിച്ച് ഞങ്ങൾ പ്രശ്നം ഒരു ചെറിയ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ വിഷയത്തിൽ കേവലം ഒരു ചെറിയ വിഷയത്തിൽ കൂടി ഞങ്ങളെ വക്കാനുണ്ടാക്കി പോകുന്ന ആൾക്കാർ വേറെ. ഒന്നാമത് അപ്പോൾ അവർക്കേ അറിയാം ആ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നതെല്ലാം തെറ്റാണെന്ന്. എന്നിട്ട് പിന്നെ വെറുതെ ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞതാണ് ഇത്രയും വലിയ വിഷയം ആയത്.
അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം കരിവാരി തേക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. ഇതിപ്പോൾ ഒരാൾ പറഞ്ഞതിൻ്റെ മറുപടിയായിട്ട് വേറെ ഒരാൾ വരും, അയാൾ പറഞ്ഞതിൻ്റെ മറുപടിയായിട്ട് പിന്നെ ഇവർ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ശത്രുക്കൾ അതായത് പിന്നെയും കൂടുക എന്നല്ലാതെ ഈ ഒരു കാര്യം കൊണ്ട് യാതൊരു ഇതുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അവരുടെ ഇതിലെല്ലാം കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാതിരിക്കുക. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ തന്നെ തീർക്കുക. കമൻസിൽ പലതും വരും, അത് ഞങ്ങൾക്ക് കുറച്ച് ഇതുണ്ട്, ആ സമയം അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ ഇതാവുന്നുള്ള തരത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. എല്ലാ കമൻസും സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാ കമൻസിനും നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് സമയം ഉണ്ടാവുള്ളൂ. സബ്സ്ക്രൈബേഴ്സ് ഓരോ ഇതും നോക്കിയിരിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് കാണുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയിരിക്കണം. അപ്പോൾ അതിനെല്ലാം നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ പിന്നെ അതിന് സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റൊരു ചെവി കൂടെ വിടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന സമയത്ത് അത് നിങ്ങളുടെ വില തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളും പറയാവുന്ന കാര്യങ്ങൾ പറയേണ്ടാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഒരു ഫാമിലിയാണ്, ആ ഒരു ഫാമിലി ഒരിക്കലും ഇതായി പോവില്ല. ചക്കരയും സോഫിയൊക്കെ ചേട്ടത്തി അനിയത്തിയാണ്. അപ്പം അവർ ആ ഒരു രക്തബന്ധം എന്നും നിലനിൽക്കേണ്ടതാണ്. അവർ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാകും, പല കാര്യങ്ങളുണ്ടാകും. അതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാതിരിക്കുക എന്നാണ് ഇതിന് ഒരു സൊല്യൂഷൻ. അപ്പോൾ രണ്ടു കൂട്ടരും വന്ന് പല കാര്യങ്ങളും പറഞ്ഞു, അത് വലിയ വിഷയത്തിലാണ് കൊണ്ട് അവസാനിച്ചത്. എന്ത് തന്നെയാണെങ്കിലും ഇവർ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. പിന്നെ നൗഫലിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അത് നല്ലൊരു ആളാണ്, നല്ലൊരു ചെറുക്കനാണ്. അവൻ്റെ എല്ലാ വീഡിയോസുകളും എടുത്ത് നോക്കുമ്പോഴൊക്കെ മനസ്സിലാവും നല്ലൊരു ഇതാണ്. ഒന്നിലേക്കും ഒരു ഇതിനും ഇല്ലാതെ നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകുന്ന ആളാണ്. പിന്നെ നമ്മൾ എന്തിടുമ്പോഴും നെഗറ്റീവ്സും പോസിറ്റീവും ഉണ്ടാകും, അത് വേറെ കാര്യം. അങ്ങനെയുള്ള നെഗറ്റീവ്സ് പുള്ളിക്കാരനും വരാറുണ്ട്, അല്ലാതെ വേറെ ഒരു തരത്തിലുള്ളതും കണ്ടിട്ടില്ല. പുള്ളിക്കാരനെ കുറിച്ച് വേറെ ഒരു തരത്തിലും അങ്ങനെ ഒരു ഇതും വന്നിട്ടില്ല. എന്തായാലും ഇവർ ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളും അത് തന്നെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാതിരിക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.